കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഇടുക്കി കുമളിയിലെ ഷെഫീഖ് വധശ്രമ കേസിൽ പിതാവിനും ഒപ്പം രണ്ടാനമ്മയ്ക്കും ശിക്ഷ വിധിച്ചിരിക്കുന്നു. പിതാവ് ഷെരീഫ് 7 വർഷം തടവും 50,000 രൂപ പിഴയും ഒടുക്കണം. ഒപ്പം രണ്ടാനമ്മയായ കേസിലെ രണ്ടാം പ്രതി അനീഷ 10 വർഷം തടവും ഒപ്പം 2 ലക്ഷം രൂപ പിഴയും ഒടുക്കണമെന്ന വിധിയാണ് ഇപ്പോൾ തൊടുപുഴ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത്. വിധി തൃപ്തികരം എന്നതാണ് ഇപ്പോൾ പ്രോസിക്യൂഷന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി തൊടുപുഴയിൽ നിന്ന്. ശ്രീകാന്ത്, സമാനതകളില്ലാത്ത ക്രൂരതയാണ് കുഞ്ഞായിരുന്നപ്പോൾ ആ കുട്ടി ഏറ്റുവാങ്ങിയത്. അത് ഇപ്പോൾ പ്രോസിക്യൂട്ടറും അതെല്ലാം ഓർമ്മിച്ചെടുക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു. നമുക്കും ഒരുപക്ഷെ ഈ പിന്നീട് ഇങ്ങോട്ട് പലപ്പോഴും സമീപ ദിവസങ്ങളിലടക്കം നമ്മൾ കുട്ടികളോടുള്ള ക്രൂരതയുടെ വാർത്തകളൊക്കെ കാണുന്നുണ്ടെങ്കിലും അന്ന് ഈ 11 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു വാർത്ത തന്നെ ആദ്യമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ കൊടിയ മർദ്ദനം, അതിൻ്റെ ബാക്കി പത്രം എന്ന നിലയിൽ ഇപ്പോഴും ഷെഫീഖ് അനുഭവിക്കുകയാണ്, വേദന അനുഭവിക്കുന്നുണ്ട്. ഷെഫീഖിൻ്റെ മാനസിക വളർച്ചയ്ക്കടക്കം വെല്ലുവിളി നേരിട്ട സാഹചര്യത്തിലേക്ക് ആ മർദ്ദനം പോയി എന്നതാണ്. ഈ ശിക്ഷാവിധിയിൽ മറ്റ് വിശദാംശങ്ങളൊപ്പം വിശദമായ ഉത്തരവിലായിരിക്കും മറ്റ് പരാമർശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നറിയുക അല്ലേ? പ്രജിൻ, ഇപ്പോൾ ഈ പ്രോസിക്യൂട്ടർ പറഞ്ഞപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ മോട്ടീവ് എന്താണെന്ന് കേൾക്കുന്നത്. ചൂളിപ്പോകുന്നു. കാരണം തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിന്, സ്വകാര്യതയ്ക്ക്, സ്വകാര്യ കാര്യങ്ങൾക്കൊക്കെ കുഞ്ഞൊരു അധികപ്പറ്റായി മാറുന്നു, കുഞ്ഞൊരു ശല്യമായി മാറുന്നു എന്ന് കണ്ടിട്ടാണ് ഈ 2 പേരും ചേർന്ന് ആ കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രോസിക്യൂട്ടർ പറഞ്ഞത്. കോടതിയിൽ അവർ അക്കാര്യം കൃത്യമായി ബോധിപ്പിക്കുകയും ചെയ്തു. സത്യത്തിൽ ഇവർ മനുഷ്യരാണോ എന്ന് പോലും സംശയിച്ചു പോകുന്നു. കാരണം പിതാവിനും രണ്ടാനമ്മയ്ക്കും തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിന് ഈ കുഞ്ഞ് തടസ്സമാകുന്നു എന്ന് കരുതി ആ കുഞ്ഞിനെ കൊന്നുകളയുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം എന്നാണ് പോലീസ് ഇപ്പോൾ പ്രോസിക്യൂട്ടർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറയുന്നത്. പോലീസിന്റെ കണ്ടെത്തൽ അതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ അക്കാര്യം തങ്ങൾക്ക് സമർത്ഥിക്കാൻ പറ്റി എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ ഈ വിധിയിൽ തങ്ങൾ തൃപ്തരാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ ഉച്ചയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ശിക്ഷാവിധിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, ജീവപര്യന്തം പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കോടതി അത്രത്തോളം അത്രത്തോളം കൊടുക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്ന് പറഞ്ഞത് സ്വാഭാവികമാണ്. 10 വർഷവും 2 ലക്ഷം രൂപ പിഴയുമാണ് ഇതിൽ രണ്ടാം പ്രതിയായ അനീഷയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഒന്നാം പ്രതി ഷെരീഫിന് 7 വർഷം തടവും 50,000 രൂപ പിഴയും വിധിച്ചിരിക്കുന്നു. ഇനി ഇതുകൂടാതെ ജുവൈനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള ശിക്ഷ കൂടി പ്രതികൾ അനുഭവിക്കേണ്ടി വരും. അവർ മുൻകാലത്ത് ജയിലിൽ കിടന്നതിൻ്റെ ബാക്കി ഇപ്പോൾ അനുഭവിച്ചാൽ മതിയാകും. ഇതിൽ പ്രോസിക്യൂട്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിൽ ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നില്ല, വളരെ ചലഞ്ചിങ് ആയ കേസായിരുന്നു. പക്ഷേ മെഡിക്കൽ എവിഡൻസ് ഇതിൽ ഏറ്റവും നിർണായകമായി ആ ഡോക്ടറുടെ ഒരു കണ്ടെത്തൽ ഉണ്ടായിരുന്നു. അത് അപസ്മാരം വന്ന് വീണിങ്ങനെ മുറിവ് പറ്റിയതല്ല, പൊള്ളൽ സ്വയം ഏൽപ്പിച്ചതല്ല, ഇത് മറ്റാരോ ചെയ്തതാണ് എന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ടെത്തൽ അത് ഈ കേസിൽ ഏറ്റവും നിർണായകമായി എന്ന് പറയുന്നു. ഒപ്പം പ്രതിഭാഗം ഈ പ്രതിക്ക് അനീഷയ്ക്ക് മറ്റു കുട്ടികളുണ്ടെന്നും അവരുടെ ജീവിത സാഹചര്യം കൂടി കണക്കിലെടുക്കണമെന്ന് കോടതിയിൽ അറിയിച്ചിരുന്നു. അതിനാലാകണം ജീവപര്യന്തം എന്ന ആവശ്യം കോടതി 10 വർഷമാക്കി കുറച്ചു കൊടുത്തത് എന്ന് ഇപ്പോൾ പ്രോസിക്യൂട്ടർ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അവരിപ്പോൾ പ്രോസിക്യൂട്ടറും ഒപ്പമുള്ളവരുമെല്ലാം ഈ കുഞ്ഞിനെ കാണാൻ, ഈ ഷെഫീഖിനെ കാണാൻ വേണ്ടി പോവുകയാണ്. അവിടെ ആയ രാഗിണിയും അവിടെയുണ്ട്. അവരോട് സംസാരിച്ചപ്പോൾ സന്തോഷവതി ആയാണ് അവരെ കാണപ്പെട്ടത്. അവർ സന്തോഷമുണ്ട്. തീർച്ചയായും ഏതായാലും ജീവപര്യന്തം പ്രതീക്ഷിച്ചിരുന്നു പ്രോസിക്യൂഷൻ, പക്ഷേ അതുണ്ടായില്ല. അവരുടെ ജീവസാഹചര്യം, മറ്റു കുട്ടികളുടെ സാഹചര്യം ഒക്കെ പരിഗണിച്ചുകൊണ്ടാകും വിധി വന്നത്. പക്ഷേ ഷെഫീഖ് അനുഭവിച്ച സമാനതകളില്ലാത്ത ക്രൂരതയ്ക്ക് 10 വർഷം തടവാണ് ഏറ്റവും കൂടുതൽ ഷെഫീഖിനെ വേദനിപ്പിച്ച, ഷെഫീഖിനെ ഈ നിലയിലാക്കിയ അനീഷയ്ക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഏതായാലും ജീവപര്യന്തത്തോടടുത്ത് നിൽക്കുന്ന വിധി തന്നെ ഉണ്ടാകുന്നു. 10 വർഷമാണ് അനീഷയ്ക്ക് തടവ്. പിതാവ് ഷെരീഫിന് 7 വർഷം തടവുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്.